ഇന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കൂർക്ക വറവ് ഉണ്ടാക്കാം. അതിനുവേണ്ടി നല്ല പോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്കിത് കുക്കറിലിട്ട് വേവിച്ചിട്ടെടുക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടാണ് വേവിച്ചിട്ടെടുത്തത്. ഒരു 3 വിസിൽ വരെ മാത്രമേ ഞാനിത് വേവിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതൊന്ന് കാച്ചിയെടുക്കണം. അതിനുവേണ്ടി പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലോട്ട് കടുകിട്ട് കൊടുക്കണം. കുറച്ച് ചെറിയ ഉള്ളിയും അതുപോലെ കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ വേവിച്ച് വെച്ച കൂർക്കയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഒന്നും കൂടെ നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയതും കൂടി ചേർത്ത് കൊടുക്കണം. ഇതും കൂടെ ചേർത്ത് ഒന്നും കൂടെ നമുക്കിതൊന്ന് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂർക്ക വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് ഇറക്കി വെക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂർക്ക വറവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. വേറെ കറികളൊന്നുമില്ലെങ്കിലും ഈ ഒരു ഐറ്റം മാത്രം മതി കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അത്രക്കും കിടിലൻ ടേസ്റ്റാണ്.